Okay, next we see another important discrete distribution, which is called the Poisson distribution. We already seen the binomial distribution, right? So the Poisson distribution, unlike the binomial distribution, doesn't come from a particular experiment. That is, in the case of binomial distribution, you know that there should be there should be n number of repetitions of a particular experiment, which has only two outcomes. അങ്ങനെ ഒരു പെർട്ടിക്കുലർ കേസിനാണ് എന്ത് വരുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. രണ്ട് ഔട്ട്കംസ് മാത്രമുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരേ സിറ്റുവേഷനിൽ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്നാണ്. ബട്ട് ദ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് കമ്മിങ് ഫ്രം സം പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് എ കോമൺ distribution that fits into a discrete random variable. Okay. ആൻഡ് ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള ഒരു മേജർ വ്യത്യാസം എന്ന് പറയുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ രണ്ട് ഔട്ട്കംസേ പാടുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കണം. ആൻഡ് റാൻഡം വേരിയബിൾ ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് എടുക്കും. ഇൻ ജനറൽ ഇറ്റ് വിൽ ടേക്ക് എ വെരി ലാർജ് നമ്പർ ഓഫ് വാല്യൂസ് ഓർ ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ഫൈനൈറ്റ്ലി മെനി വാല്യൂസേ ക്യാപിറ്റൽ എക്സ് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. നൗ so there are infinitely many possible values that can be taken by the random variable. Okay, ആ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എപ്പോഴും കൗണ്ടബിൾ ആയിട്ടുള്ള 0, 1, 2, 3 ഒരു നമ്പർ ഓഫ് ഒക്യൂറൻസ് ആയിട്ടാണ് നമ്മൾ സാധാരണ എടുക്കാറ്. ആൻഡ് നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. അതായത് പ്രോബിലിറ്റി ഓഫ് 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 2 പ്ലസ് എക്സെട്ര ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇതിൽ നോൺ സീറോ ആയിട്ട് ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ ഇതിൽ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. കാരണം ഇതിന്റെ സം എന്തായിരിക്കണം, ടോട്ടൽ സം 1 ആയിരിക്കണം. അപ്പോൾ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ ഓരോ വാല്യൂ എന്തായിരിക്കും, വളരെ ചെറിയ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഡീൽസ് വിത്ത് റെയർ ഈവൻസ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ വളരെ റെയർ ആയിട്ട് മാത്രം ഒക്യൂർ ചെയ്യുന്ന, അതായത് അറ്റ്മോസ്റ്റ് വൺസ് ഒക്കെ ഒക്യൂർ ചെയ്യുന്ന ഈവൻസ് ആണ് സാധാരണ നമ്മൾ ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്കസ് ചെയ്യാറ്. റെയർ ഈവൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ്. അതായത് പ്രോബിലിറ്റി ഓഫ് ഒരു പർട്ടിക്കുലർ പ്രോബിലിറ്റി ഓഫ് 0 അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് 3 എന്ന് പറയുന്നത് സേ 0.6 ആണെന്ന് വിചാരിക്കും. പ്രോബിലിറ്റി ഓഫ് 3 0.6 ആണെങ്കിൽ ബാക്കിയുള്ള പ്രോബിലിറ്റീസ് എല്ലാം കൂടെ, അതായത് പ്രോബിലിറ്റി ഓഫ് 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 4 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റ്ലി മെനി പ്രോബിലിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 0.4 വരും അല്ലേ. ഈ 0.3 ഒറ്റയ്ക്ക് എന്തെടുക്കുന്നുണ്ട്, 6.6 പ്രോബിലിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ പോയിന്റ്സും കൂടി എടുക്കുന്ന പ്രോബിലിറ്റി എന്തായിരിക്കും, ടോട്ടൽ സമ്മ് 0.4 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3ക്ക് മാത്രമാണ് ഒക്യൂർ ചെയ്യാനുള്ള ഒരു ചാൻസ് വരുന്നത്, അതായത് നല്ല ചാൻസ് ഉള്ളത്. ബാക്കിയെല്ലാം റെയർ ആയിട്ട് ബാക്കിയുള്ള പോയിന്റ്സിന്റെ എല്ലാം പ്രോബിലിറ്റി വളരെ ചെറുതായിരിക്കും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരു ഓർഡിനറി ഹോമിൽ വരുന്ന നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സേ ഒരു 10 സെക്കൻഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഹൗസിൽ നമ്മളിത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സമയവും ആ ടെലിഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല. ദാറ്റ് മീൻസ് കോൾസ് വരുന്നത്, നമ്പർ ഓഫ് കോൾസ് കമ്മിങ് ടു ദ ടെലിഫോൺ ലൈൻ വിൽ ബി അറ്റ്മോസ്റ്റ് 1 ഒക്കെ ആയിരിക്കും വരിക. ഒരു 10 സെക്കൻഡ്സ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ അത് വളരെ റെയർ ആയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കും. അതായത് മിക്കവാറും സമയത്തൊന്നും അതിൽ കോൾ വരുന്നുണ്ടാവില്ല. ഒരു ഇൻകമിങ് കോൾ വരുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ പർട്ടിക്കുലർ ജംഗ്ഷൻ, ഒരു പർട്ടിക്കുലർ ജംഗ്ഷൻ ഫിക്സ് ചെയ്തിട്ട് അതിലെ നമ്പർ ഓഫ് ഡെത്ത്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ റെയർ ആയിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ കൺസിഡർ ചെയ്യാറ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നോർമലി ഒരു പ്രാക്ടിക്കൽ സെൻസിൽ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, ആൻഡ് ആസ് ഐ സെഡ് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു എനി പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ്. Any discrete random variable is said to have Poisson distribution if its PMF is given by probability function എന്തായിരിക്കണം, e raised to minus mu into mu raised to x divided by x factorial. അങ്ങനെ പ്രോബിലിറ്റി ഫംഗ്ഷൻ വരുന്ന ഏത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെയും നമുക്ക് എന്ത് പറയാം, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും. where mu is a positive quantity, mu is called a parameter. നേരത്തെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയപ്പോൾ there were 2 പാരാമീറ്റേഴ്സ്, എന്നും ടിയും പാരാമീറ്റേഴ്സ് ആയിരുന്നു. ഇവിടെ ആകെ ഒരു പാരാമീറ്ററേ ഉള്ളൂ, മ്യൂ എന്ന് പറയുന്ന പാരാമീറ്റർ മാത്രം. e raised to minus mu into mu raised to x divided by x factorial ആണ് ഈ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ.
per x can be 0, 1, 2, 3, etc. So for example, probability of 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? Probability of 0 is going to be e raised to minus mu. Mu fix ചെയ്തിട്ടുണ്ടാവും. mu ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആയിരിക്കും. അല്ലെങ്കിൽ mu നമുക്ക് തന്നിട്ടുണ്ടാവും. ഇൻറ്റു mu raised to x ആണ്. mu raised to 0 എന്ന് പറയുമ്പോൾ 1 ആണ്. So divided by e raised to minus mu into 1 divided by 0 factorial. 0 factorial again 1 ആണ്. So this is going to be e raised to minus mu ആയിരിക്കും. ഇതായിരിക്കും പ്രോബിലിറ്റി ഓഫ് 0 എന്ന് പറയുന്നത്. ഇതേപോലെ പ്രോബിലിറ്റി ഓഫ് 1, പ്രോബിലിറ്റി ഓഫ് 2 എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇ റേസ് ടു മൈനസ് മ്യൂ ഇസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. പ്രോബിലിറ്റി വാല്യൂസ് ഒക്കെ എപ്പോഴും എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. Now the probability, as I have said, probability of x is given as sigma x equal to 0 to infinity e raised to minus mu into mu raised to x divided by x factorial ആണ്. Sorry, sigma ഇല്ല. p of x is equal to this ആണ്. സിഗ്മ വേണ്ട ആവശ്യമില്ല. what I wanted to say is summation of probability is equal to 1 ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും സമ്മേഷൻ ഓഫ് പ്രോബിലിറ്റി എപ്പോഴും ടോട്ടൽ പ്രോബിലിറ്റി ഏത് ഇവൻറ്റിലും ഏത് എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിലും ടോട്ടൽ പ്രോബിലിറ്റീസിൻ്റെ സം എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ വി ആർ ട്രൈങ് ടു പ്രൂവ് ദാറ്റ്. സോ ദിസ് ഇസ് പി ഓഫ് എക്സ്. ഐ ആം ട്രൈങ് ടു പ്രൂവ് ദാറ്റ് സിഗ്മ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അത് വളരെ സിമ്പിളാണ്. ഇവിടെ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് മ്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? ദിസ് ഇസ് എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ്. സോ ദിസ് ക്യാൻ ബി ടേക്കൺ ഔട്ട് ഓഫ് ദി സമ്മേഷൻ. അതുകൊണ്ട് ഇ റേസ് ടു മൈനസ് മ്യൂവിന് ഇവിടെ എഴുതി സിഗ്മ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മ്യൂ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. ഓക്കെ, നൗ സോ സിഗ്മ മ്യൂ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദിസ്? ഇസ് ദ ക്വസ്റ്റ്യൻ. എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. So here you should remember that 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial etc. This is actually the expansion of e raised to x. E raised to x in the expansion another. So thus if you expand, you have to keep this in mind. So when you take x equal to 0, what happens is 1 by 0 factorial is 1. So plus mu raised to 1 by 1 factorial plus mu square by 2 factorial plus mu cube by 3 factorial etc. വരും plus etc. വരും. So what is this? ഇവിടെ x വരുമ്പോൾ e raised to x ആയതുകൊണ്ട് this is nothing but e raised to mu. So this is e raised to mu and hence e raised to minus mu into ഈ quantity എന്താന്ന് പറഞ്ഞു? This is e raised to mu. e raised to minus mu into e raised to mu എന്ന് പറയുമ്പോൾ e raised to 0 വരും. That's equal to 1. So that's how you can show that the summation of all p of x from x equal to 0 to infinity is equal to 1. Okay. So there is only one parameter mu which is called the mean. ഇത് നമ്മൾ കാണിക്കും. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ mu ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ആൻഡ് നമ്മൾ സാധാരണ എക്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുമെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സ് ഫോളോസ് ബൈനോമിയൽ BIN വിത്ത് n, mu എന്ന് പറയാറുണ്ട്. Here if it is following the Poisson distribution, then it is written as x follows px, mu. ഇങ്ങനെയാണ്. So this means that capital X is a discrete random variable following the Poisson distribution whose mean is mu. അല്ലെങ്കിൽ പാരാമീറ്റർ mu ആയിട്ടുള്ള Poisson distribution ആണ് ഫോളോ ചെയ്യുന്നതെന്ന് അർത്ഥം. Okay, and there is a connection between the Poisson distribution and the binomial distribution. Binomial distribution ന്റെ probability function എടുത്തിട്ട് നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും? You can show that the probability distribution of the binomial probability function of the binomial distribution അതിന് നമ്മൾ p of x എടുത്താൽ p of x എന്താണെന്ന് ഞാൻ ലാസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു. NCx into p raised to x into q raised to n minus x ആണ്. You can show that as n tends to infinity, n ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. NP is equal to ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ NP ആണ് നമുക്കറിയാലോ. അപ്പോൾ NP equal to mu എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ you can show that the binomial distribution's probability function will converge to the probability function of the Poisson distribution. പോയിസോണിൻ്റെ probability distribution ആയിട്ട് മാറും. ബൈനോമിയലിൻ്റെ probability function will converge to the probability distribution of the or probability function of the Poisson distribution. That's what is written here. Okay. Okay, you can see a comparison of the Poisson values and binomial values in this table. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ this last one only represents the Poisson distribution with mean mu is equal to
3. അപ്പോൾ ഇത് മൂന്നും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂസ് ആണ്, ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ n ഇൻറ്റു പി എടുത്തു കഴിഞ്ഞാൽ ദിസ് n ഇൻറ്റു പി ഈസ് ഈക്വൽ ടു 3 ആണ്. ഇതിലും 3 ആണ്. 300 എന്നെ 300 ആക്കി 0.01 പ്രോബിലിറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ പി ഈക്വൽ ടു 3 ആണ്. ഇവിടെ അതേപോലെ n 100 വരുമ്പോൾ 0.03 ആണ് പി ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും മീൻ 3 ആണ്. മീൻ 3 ഉള്ള കേസിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നമ്മളൊരു കണ്ടീഷൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ടേക്കൺ ഇൻ സച്ച് എ വേ ദാറ്റ് n ഇൻറ്റു പി അപ്രോച്ചസ് ദ വാല്യൂ മ്യൂ എന്നാണ്. അതായത് മീനിൻ്റെ വാല്യൂ n ഇൻറ്റു പി തന്നെയായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3 കേസിലും n ഇൻറ്റു പി 3 വരുന്ന രീതിയിലാണ് പി സെലക്ട് ചെയ്തിരിക്കുന്നത്. n ഇവിടെ ചെറുതാണ്, n ഈക്വൾ ടു 30, അതിൽ 100ലേക്ക് പോയി, ദെൻ 300ലേക്ക് പോയി. സോ യു ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ വാല്യൂസ് 0.042. എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൾ ടു 0 എന്ന് പറയുന്നത് 0.042391 എന്ന് n 100 ആകുമ്പോഴേക്ക് 0.047553 then n 300 ആകുമ്പോഴേക്ക് ഇറ്റ് ഗോസ് ടു ദിസ് വാല്യൂ 0.049041 ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷന് മ്യൂ ഈക്വൽ ടു 3 ആകുമ്പോൾ ഉള്ള വാല്യൂ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ അല്ലേ, അതായത് വളരെ അടുത്തുള്ള വാല്യൂസ് ആണ്. ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അതായത് n 30 ആകുമ്പോൾ ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫേഴ്സ് എ ലോട്ട്. ബട്ട് n ഈക്വൽ ടു 300 ആകുമ്പോഴേക്ക് ദേ ആർ ഓൾമോസ്റ്റ് ഈക്വൽ, നോട്ട് ഈക്വൽ ബട്ട് ഓൾമോസ്റ്റ് വെരി നിയർ. സോ അടുത്ത വാല്യൂസ് എല്ലാം n ഈക്വൽ ടു 100 വരെയാണ് ഇവിടെ ചേരിക്കുന്നത്. ആക്ച്വലി n ഈക്വൽ ടു 30 വരെ വാല്യൂസ് ഉണ്ടാകും ഈ കേസിൽ. അപ്പോൾ ഇവിടെ 100 വരെയുള്ള വാല്യൂസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ദ വാല്യൂസ് ആർ വെരി ക്ലോസ്. ഇതും ദാറ്റ് ഈസ് ഫോർ ആസ് n ടെൻസ് ടു 300 ആകുമ്പോൾ n 300 ആകുമ്പോഴേക്ക് ബൈനോമിയലിൻ്റെ വാല്യൂസ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സിൻ്റെ വാല്യൂസ് ഓൾമോസ്റ്റ് നിയറിംഗ് ടു Poisson distributions probability. That is what it says. Now next we are going to see the mean and variance of the Poisson distribution. You can see that the mean is equal to mu and the variance is also equal to mu. Mean and variance same ആണ് Poisson distribution. അത് രണ്ടും mu എന്ന് പറയുന്ന ആ പാരാമീറ്ററിന് ഈക്വൽ ആയിരിക്കും. What it says. So we will find it. So expectation of x is by definition x into probability function of x ആണ്. Probability function of x വെച്ചിട്ട് ഞാൻ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. Next what we do is we will calculate it. So expectation of x is sigma x into p of x ആണ്. And here x starts from 0 and reaches up to infinity. But x equal to 0 എന്ന കേസിൽ നമുക്ക് ഇത് എന്ത് കിട്ടും? 0 into probability എന്നാണ് കിട്ടുക. That is 0 അല്ലേ. 0 plus sigma x equal to 1 to infinity x into p of x എന്ന് എഴുതാം. What I have done is I have replaced this first value as a separate entity. The second value തൊട്ട് summation എഴുതി. That's what I have done here. Okay. Now what I will do is this is equal to with the 0 ആയിപ്പോയി. So this is equal to sigma x equal to 1 to infinity x into e raised to minus mu into mu raised to x divided by x factorial ആണ്. And I can cancel this 1x and this x factorial giving you x minus 1 factorial. Okay. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ 0 സെപ്പറേറ്റ് ചെയ്യാൻ കാരണം I have to cancel this. ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് 0 മാറ്റി വെച്ചിരിക്കുന്നത്. നോൺ സീറോ വാല്യൂസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. So this is equal to e raised to minus mu is a constant with respect to the summation. So it is mu raised to x divided by x minus 1 factorial എന്നാണ് വരിക. And I will take one mu also out. ഒരു mu പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇതെന്തായി? mu raised to x minus 1 ആയി. And x starts from 1 to infinity. So that's equal to e raised to minus mu into ഇത് x equal to 1 കൊടുക്കുമ്പോൾ എന്താവും? mu raised to 1 minus 1 0 ആയി പോകും. അപ്പോൾ mu raised to 0 1 വരും. 1 plus mu by 1 factorial plus mu square by 2 factorial plus etc. വരും. So this is nothing but e raised to mu expansion. അപ്പോൾ എന്ത് വരും? mu into e raised to minus mu e raised to mu കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് വരും. So that's equal to mu എന്ന് കിട്ടും. So expectation of x is equal to mu. That's what is proved here. Okay. Now next we are going to calculate the variance. Variance will be calculated using the simpler formula. So the expectation of x square minus expectation of the x the whole square ആണ് variance of x in the formula. That's equal to expectation of x square minus mean നമുക്കറിയാം mu ആണെന്ന്, അപ്പോൾ mu square എന്ന് എഴുതാം. Okay.
Now what is needed to be calculated is this value. E raised to x, expectation of x square ആണ് വേണ്ടത്. Expectation of x square can be written as expectation of x into x minus 1 plus x എന്നാക്കാം. Now expectation can be splitted. Expectation sum split ചെയ്യും. Expectation of x into x minus 1 plus expectation of x എന്ന് കിട്ടും. Expectation of x is again mu ആണ്. അപ്പോൾ this is actually expectation of x. Okay. So variance of x നമ്മൾ ഇങ്ങനെ എഴുതി. ഇതിൽ expectation of x square നമ്മൾ expectation of x into x minus 1 plus mu എന്ന് എഴുതി. ഓക്കെ, നിങ്ങൾ ബൈനോമിയൽ ചെയ്തിരിക്കുന്ന അതേ ടെക്നിക്കാണ്. ബൈനോമിയലിൽ വാരിയൻസ് കാണുന്നത് ഇതേപോലെയാണ്. Now what we need is expectation of x into x minus 1. The expectation of x into x minus 1 is summation x equal to 0 to infinity x into x minus 1 into probability function. ഇവിടെ നമുക്കറിയാം x equal to 0 വരുമ്പോഴും എന്ത് വരും? 0 into minus 1 into probability എന്നാണ് വരിക. So the first value is going to be 0 plus x equal to 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഈ x minus 1 1 minus 1 ആയി പോവും. അതായത് ഇത് again 0 വരും. 1 into 0 into probability ആണ് വരിക. അത് again 0 വരും. പ്ലസ് വാട്ട് റിമെയിൻസ് ഇസ് സിഗ്മ എക്സ് ഈക്വൽ ടു 2 തുടങ്ങിയിട്ട് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോഴും നല്ല. ദറ്റ് ക്യാൻ ബി എ പോസിറ്റീവ് വാല്യൂ. സോ ദിസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് മ്യൂ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് മ്യൂ ഇൻറ്റു മ്യൂ സ്ക്വയർ. അവിടെ നമ്മൾ മ്യൂ റൈസ് ടു എക്സ് എന്ന് 2 മ്യൂ പുറത്തേക്ക് എടുക്കും. മ്യൂ സ്ക്വയർ പുറത്തേക്ക് എടുത്തിട്ട് ഈ മ്യൂ റൈസ് ടു എക്സ് എന്നുള്ളതിനെ മ്യൂ റൈസ് ടു എക്സ് മൈനസ് 2 എന്ന് എഴുതും. So what I have done is mu raised to x ൽ 2 mu പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇവിടെ എഴുതും. Now if you expand this bracket, the summation is going to be 1 plus x equal to 3 ആണ് ആദ്യം. x equal to 2 വരുമ്പോൾ 1 വരും. mu raised to 0 അല്ലേ, അത് 1 ആണ്. 1 by 0 factorial 1 ആണ്. പ്ലസ് x equal to 3 വരുമ്പോൾ ഇവിടെ mu by 1 factorial പ്ലസ് mu square by 2 factorial plus mu cube by 3 factorial plus etc. ആണ് വരിക. This is again e raised to mu ആണ് വരിക. This is e raised to mu. ആ e raised to mu ഈ e raised to mu ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. So what remains is mu square. The expectation of x into x minus 1 is mu square. So expectation of x square എന്ത് വരും? Expectation of x square is going to be expectation of x into x minus 1 plus mu ആണ്. അതായത് mu square plus mu വരും. mu square plus mu. Therefore variance of x is equal to expectation of x square. അതായത് ഈ ക്വാണ്ടിറ്റി ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം, മൈനസ് മ്യൂ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് മ്യൂ സ്ക്വയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മ്യൂ സ്ക്വയറായിട്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി മ്യൂ ഉണ്ടാവും. സോ ദ വാരിയൻസ് ഇസ് അഗെയിൻ മ്യൂ. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും മ്യൂ ആണ്, വാരിയൻസും മ്യൂ ആണ്. ആൻഡ് ഇഫ് യു ടേക്ക് എക്സ് ആസ് ദി നമ്പർ ഓഫ് ഈവൻസ് ഒക്യൂറിങ് ഇൻ നമ്പർ ഓഫ് ഈവൻസ് ആയിട്ട് നമ്മൾ റാൻഡം വേരിയബിൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീൻ വാല്യൂ മ്യൂ ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഓൺ ആൻ ആവറേജ് മ്യൂ ഈവൻസ് ആർ ലൈക്ലി ടു ഹാപ്പൻ അറ്റ് എനി ഏത് എക്സ് എടുത്താലും അതിൽ മ്യൂ ഈവൻസ് ആണ് ഒക്യൂർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ആവറേജ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്തായിട്ട് വരാം? മ്യൂ ആയിട്ട് വരാനാണ് ചാൻസ്. ആവറേജ് വാല്യൂ മ്യൂ ആയിരിക്കും, അതാണ് അതിൻ്റെ അർത്ഥം. പാരാമീറ്റർ തന്നെയാണ് ആവറേജ് വാല്യൂ ആയിട്ട് വരിക എന്നാണ് ദിസ്. Okay. Now there are some processes which can be associated with the Poisson distribution. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോസസ് എന്നാണ് വരിക എന്ന് പറഞ്ഞു. ഇതേപോലെ നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു അതൊരു പ്രോസസ് എന്ന് വരുന്നതല്ലെങ്കിലും നമ്മളത് ഡിഫൈൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ PMF വരുന്ന ഫംഗ്ഷൻ ആയിട്ടാണ്. PMF വരുന്ന റാൻഡം വേരിയബിളിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? പോയ്സോൺ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുക. There are some events which are corresponding to this Poisson process. ആ ഈവൻസിന്റെ പ്രത്യേകത they are rarely happening events. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് ഒക്കെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആക്സിഡൻസ് ഇൻ എ ജംഗ്ഷൻ, ഇങ്ങനെയുള്ള ഈവൻസ് എല്ലാം റെയർ ഈവൻസ് ആണ്. അപ്പോൾ റെയർ ഈവൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും നമ്മൾ പറയും. അപ്പോൾ പോയ്സോൺ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ്സോൺ റാൻഡം വേരിയബിളിലേക്ക് അല്ലെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാൻ ചാൻസ് ഉള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ പോയ്സോൺ പ്രോസസ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. We are going to define it with certain conditions as in the case of binomial distribution. Binomial distribution നമ്മൾ പറഞ്ഞു ഒരു ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആയിരിക്കണം. ആ എക്സ്പെരിമെന്റിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതേപോലെ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്ന ഈവൻസിനെ
നമ്മൾ പോയ്സോൺ പ്രോസസ് എന്നാണ് വിളിക്കുക. ആ ഈവൻസിന് കുറച്ച് പ്രത്യേകതകൾ വേണം, അല്ലെങ്കിൽ കുറച്ച് എസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈവൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോയ്സോൺ പ്രോസസ് എന്ന് വിളിക്കുക. നമ്മൾ പറയുന്ന ഈവൻസ് ഇതാണ്. വി ഡിഫൈൻ ഓക്കെ, നമ്മൾ ആദ്യം റാൻഡം വേരിയബിൾ പറയണം. റാൻഡം വേരിയബിൾ നമ്മൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ഒക്യൂറൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഈവൻറ്റ്. ഒരു പെർട്ടിക്കുലർ ഈവൻസ് എത്ര തവണ സംഭവിച്ചു എന്നുള്ളതിൻ്റെ എണ്ണമാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ് ആയിട്ടാണ് ഇവിടെ ഈ പോയ്സോൺ പ്രോസസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഒക്യൂറൻസ് ഓഫ് എ റെയർ ഈവൻറ്റ്. റെയർ ഈവൻറ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു പോയ്സോൺ പ്രോസസ്സിലെ പ്രോബബിലിറ്റി വളരെ ചെറുതായിരിക്കും. ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ പ്രോബിലിറ്റി ചിലപ്പോൾ വലുതായിരിക്കും, പക്ഷേ അങ്ങനെ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാം പ്രോബിലിറ്റി വളരെ ചെറുതായിരിക്കാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റെയർ ഈവൻസ് ആണ് നമ്മൾ ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഗിവൺ ഇൻ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ ഒരു റെയർ ഈവൻറ്റ് സംഭവിക്കുന്നത് എത്ര തവണ സംഭവിച്ചു എന്നുള്ളതിനെയാണ് നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ബൈനോമിയലിൽ നമ്മൾ നമ്പർ ഓഫ് സക്സസസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്പർ ഓഫ് ഒക്യൂറൻസ് ഓഫ് എ പെർട്ടിക്കുലർ റെയർ ഈവൻറ്റ് ഇൻ എ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി, അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് എസംഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ എസംഷൻസ് പറയുന്നത് നമ്മൾ നേരത്തെ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് പറഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മൾ 10 സെക്കൻഡ്സിലാണ് നോക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് എന്തായിരിക്കും? ചെറുതായിരിക്കും അല്ലേ? ഒരു 10 സെക്കൻഡിനുള്ളിൽ ഒരു ഫോൺ കോൾ വരാനുള്ള ചാൻസ് വളരെ ചെറുതായിരിക്കും. വേറസ് നമ്മൾ 10 hours ആണ് അല്ലെങ്കിൽ 10 minutes ആണ് എടുക്കുന്നതെങ്കിൽ അതിനുള്ള പ്രോബബിലിറ്റി, ഒരു ഫോൺ കോൾ വരാനുള്ള ചാൻസ് അതിനനുസരിച്ച് എന്താവും? കൂടും. 10 hours ആണെങ്കിൽ വളരെ പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും അല്ലേ? 10 hours-നുള്ളിൽ ഒരു കോൾ വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും അല്ലേ? ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈ പെർട്ടിക്കുലർ ഈവൻറ്റ് ഒക്യൂർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത്, പ്രോബിലിറ്റി എന്ന് പറയുന്നത്, ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി ആയിരിക്കും. അതായത് ആ ടൈം ഇൻ്റർവൽ എത്രയാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് 10 seconds ആണോ, 10 minutes ആണോ, 10 hours ആണോ, അതിനനുസരിച്ച് എന്താവും? ഈ പ്രോബബിലിറ്റി ഓഫ് ഒക്യൂറൻസ് ഓഫ് ദി ഈവൻറ്റ് ടു ഒക്യൂർ വൺസ്, ഒരു പ്രാവശ്യം സംഭവിക്കാനുള്ള പ്രോബിലിറ്റി എന്തായിക്കൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഓഫ് ദ ടൈപ്പ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ടൈം ഇൻ്റർവെലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഇൻ്റർവെലിൻ്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ദ പ്രോബിലിറ്റി ഓഫ് ഒക്യൂറൻസ് ഓഫ് ദി റെയർ ഈവൻറ്റ് വൺസ് ഇൻ ദി ഡെൽറ്റ ടി ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു ആൽഫ ടൈംസ് ഡെൽറ്റ ടി. Okay, and this will be taken as the mean of the distribution. This will be considered as the mean of the distribution. The probability of occurrence of the event more than once. അപ്പോൾ ആ ഒരു ഷോർട്ട് ടൈം ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ ആ ഇവൻറ്റ് ഒന്നിലധികം പ്രാവശ്യം സംഭവിക്കാനുള്ള ചാൻസ് എന്താണ്? വളരെ ചെറുതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 seconds ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ വെരി ഷോർട്ട് ഇൻ്റർവെൽ. ഒരു ഷോർട്ട് ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ ഒന്നിലധികം പ്രാവശ്യം, അതൊരു റെയർ ഇവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെലിൽ, ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യില്ല എന്നല്ല, ഇറ്റ് ക്യാൻ റിപ്പീറ്റ്, ബട്ട് അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. ഇറ്റ് വിൽ ബി ഓഫ് ദി ഓർഡർ ഓഫ് ഡെൽറ്റ ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രോബബിലിറ്റിയെ നമ്മൾ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലും അത് എന്തിലേക്ക് ടെൻഡ് ചെയ്യും? 0-ലേക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ഈ മേലെയുള്ള ക്വാണ്ടിറ്റി ഡെൽറ്റ ടിയുടെ സ്ക്വയറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിക്ക് ഈക്വലൻ്റ് ആയിരിക്കും. ഡെൽറ്റ ടിയുടെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്താൽ അഗെയിൻ അങ്ങോട്ട് പോയിക്കോളും, 0-ലേക്ക് പോയിക്കോളും. ഇതിൻ്റെ അർത്ഥം ഈ പ്രോബിലിറ്റി ഓഫ് ഈവൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവാനുള്ള ചാൻസ് 0-യുടെ വളരെ അടുത്തായിരിക്കും, അതായത് വളരെ മൈന്യൂട്ട് ആയിരിക്കും എന്ന് അർത്ഥം. ആൻഡ് ദ നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഒക്യൂറിംഗ് ഇൻ എ പീരിയഡ് ഓഫ് ഡെൽറ്റ ടി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നമ്പർ ഓഫ് ഈവൻറ്റ്സ് ദാറ്റ് ഒക്യൂർ പ്രിയർ ടു ദിസ് പീരിയഡ്. അതായത് ഒരു ഡെൽറ്റ ടിയിൽ നമ്മൾ ഈ നമ്പർ ഓഫ് ഈവൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടൈം ഇൻ്റർവെല്ലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ ബൈനോമിയലൊക്കെ കൊടുക്കുന്ന പോലെ ഒരു അസംഷനാണ്. നമ്മൾ നോക്കുന്ന ഇൻ്റർവെല്ലിൽ തൊട്ട് മുമ്പ് അത് സംഭവിച്ചു എന്നുള്ളത് ഒരിക്കലും ആ ടൈം ഇൻ്റർവെൽ അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു കാരണമല്ല. ഓക്കെ, കാരണം ഏത് 10 seconds-ലും ഒരേ ചാൻസ് സംഭവിക്കാനുള്ള ചാൻസ് ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. മുമ്പുള്ള 10 seconds-ഓ അല്ലെങ്കിൽ പിന്നാലെ വരുന്ന 10 seconds-ഓ ഇതിനെ ബാധിക്കുന്നില്ല. നമ്മൾ നോക്കുന്ന ആ ടൈം ഇൻ്റർവെല്ലിലെ നമ്പർ ഓഫ് ഒക്യൂറൻസിനെ ബാധിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഈ 3 അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റെയർ ഈവൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോയ്സോൺ പ്രോസസ് എന്ന് വിളിക്കുന്നത്. അവിടുത്തെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒക്യൂറൻസ് ഓഫ് ദി റെയർ ഈവൻ്റ് ആണ്. ഓക്കെ, ആൻഡ് പോയ്സോൺ പ്രോസസ്സിൽ നമ്മൾ PKT എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ടൈംസ് the probability of occurrence of k events in the time t.
t ടൈമിൻ്റെ ഉള്ളിൽ k ടൈംസ് ആ ഈവൻറ്റ് സംഭവിക്കാനുള്ള പ്രോബിലിറ്റിയാണ് പി കെ ടി എന്ന് എഴുതുന്നത്. പി കെ ടി എന്ന് എഴുതുന്നത്, പി കെ എക്സ് അല്ല, പി കെ ടി. പി കെ ടി റെപ്രസെൻസ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്യുറൻസ് ഓഫ് k ഈവൻസ്. k ഈവൻസ് ആ ടൈമിനുള്ളിൽ സംഭവിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. കെ 0 ആവാം, ഒരു പ്രാവശ്യം സംഭവിക്കാതിരിക്കാം, 1 ആവാം, 2 ആവാം, 3 ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. സോ ദിസ് k വാരീസ്, k വിൽ ബി വാരിയിങ്. ഓക്കെ, k എന്ന് പറയുന്ന നമ്പർ ഓഫ് ഈവൻസ് ആണ്. പി കെ ടിയുടെ പോയ്സോൺ പ്രോസസ്സിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ നമ്മൾ പി കെ ടി എന്നാണ് എഴുതുക. ദാറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് സിഗ്മ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മ്യൂ ആൽഫ ടി ഈസ് ടേക്കൺ ആസ് ദി മീൻ, മ്യൂ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി എം എഫ് ഓഫ് ദി പ്രോബിലിറ്റി ഫംഗ്ഷൻ ഇസ് സിഗ്മ വേണ്ട, ഇ റേസ് ടു മൈനസ് മ്യൂ ടി ഇൻറ്റു ആൽഫ ടി റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ ആണ്. e raised to minus alpha t divided by into alpha t raised to k divided by k factorial. It's almost like it's like e raised to minus mu into mu raised to x അല്ലെങ്കിൽ mu raised to k divided by k factorial തന്നെയാണിത്. മ്യൂവിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? ആൽഫ ടി ആണ് വരുന്നത്, which is the mean of the distribution. ഇവിടെയും സമ്മേഷൻ അറിയാതെ എഴുതിയതാണ്. So you have to erase this. This is not meaningful. Okay, so the process in which the event occur very rarely in a given interval of time, satisfying the three assumptions. There are three assumptions to be satisfied. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോയ്സൺ പ്രോസസ് എന്ന് വിളിക്കുന്നത്. പോയ്സൺ പ്രോസസ് എഴുതുമ്പോൾ ഈ 3 കണ്ടീഷൻസ് അസ്യൂം ചെയ്യുക. അങ്ങനെയുള്ള ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റെയർ ഈവൻസിന്റെ നമ്പർ ഓഫ് ഒക്യുറൻസ് ആണ് നമ്മൾ പോയ്സൺ പ്രോസസ്സിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വിത്ത് പി എം എഫ്, ഇതാണ് പോയ്സൺ പ്രോസസ്സ്. അതിന്റെ പി എം എഫ് എന്ന് പറയുന്നത് പി കെ ടി ഈസ് ഈക്വൽ ടു e raised to minus alpha t into alpha t raised to k divided by k factorial ആയിരിക്കും, where k can be 0, 1, 2, 3, etc. Okay. So the mean and variance of both are both alpha t. അപ്പോൾ ഇതൊരു പോയ്സൺ പ്രോസസ് ആണെന്നുള്ളത് തന്നെ ഇതിന്റെ എക്സ്പെക്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ടി തന്നെയാണ് വരിക, മ്യൂ തന്നെയാണ് വരിക, മ്യൂ ഇസ് ആൽഫ ടി, വാരിയൻസും ആൽഫ ടി തന്നെയായിരിക്കും. So pkt is equal to e raised to minus alpha t into alpha t raised to k divided by k factorial. So that the number of events occurring during a time interval of length t is a Poisson random variable with parameter mu is equal to alpha t. Okay. ഒരു പെർട്ടിക്കുലർ ടൈം ടിയുടെ ഉള്ളിൽ ഇതിന് ഒക്യൂർ ചെയ്യാനുള്ള എക്സ്പെക്റ്റഡ് നമ്പർ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ടി ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ യൂണിറ്റ് ടൈമിനുള്ളിൽ മീൻ എന്തായിരിക്കും? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കും. Now let us see some problems. Okay, now consider the first problem. Let x be the number of material anomalies occurring in a particular region of aircraft, gas turbine, whatever it may be. It proposes a Poisson distribution for x. x എന്ന് പറയുന്ന നമ്പർ ഓഫ് മെറ്റീരിയൽ അനോമലീസ് ആണ്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു? ഇറ്റ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ mu is equal to 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 4, x, 4 ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പോയ്സോൺ ആണ് ഡിസ്ട്രിബ്യൂഷൻ. You want to compute the probability of x less than or equal to 4. Probability of x less than or equal to 4 ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. So what is this? This is nothing but probability of x equal to 0 plus probability of x equal to 1 plus probability of x equal to 2 plus probability of x equal to 3 plus probability of x equal to 4. ഇതാണ് ഈ ഫസ്റ്റ് ഇതിന്റെ ആൻസർ, പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു മ്യൂ എന്ന് പറയുന്നത് 4 ആണല്ലോ. അപ്പോൾ ഇ റേസ് ടു മൈനസ് 4 ഇൻറ്റു 4 റേസ് ടു 0 വിച്ച് ഇസ് 1 ഡിവൈഡഡ് ബൈ 0 factorial. 0 factorial is 1 plus again e raised to minus 4 into 4 raised to 1 divided by 1 factorial plus probability of 2 എന്ന് പറയുന്നത് e raised to minus 4 into 4 raised to 2 divided by 2 factorial plus e raised to minus 4 into 4 raised to 3 divided by 3 factorial plus e raised to minus 4 into 4 raised to 4 divided by 4 factorial. That's equal to e raised to minus 4 into
ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് എല്ലാത്തിലും -e⁻⁴ കോമൺ ആണ്. അത് മാറ്റി നിർത്തിയാൽ ഫസ്റ്റ് വാല്യൂ ഇസ് 1 പ്ലസ് സെക്കൻഡ് വാല്യൂ ഇസ് 4 പ്ലസ് 4² 2 ഫാക്ടോറിയൽ പ്ലസ് 4² എന്ന് പറയുമ്പോൾ 16/2 പ്ലസ് 4³ പ്ലസ് 4⁴/4 ഫാക്ടോറിയൽ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 4 ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ക്വാണ്ടിറ്റി എടുക്കാതിരുന്നാൽ മതി. ഓക്കെ, അപ് ടു 3 വരെ എടുത്താൽ മതി. സ്ട്രിക്ട്ലി ലെസ് ദാൻ 4 ആണെങ്കിൽ അപ് ടു 3 വരെ എടുക്കാം. So that's how you can do this. Compute the probability of 4 less than or equal to x. Okay, let us remove this. Okay, follows Poisson distribution. Okay. Now probability of 4 less than or equal to x less than or equal to 8 എന്ന് പറയുമ്പോൾ probability of 4 plus probability of 5 plus probability of 6 plus probability of 7 plus probability of 8. ഇത് കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. ഓരോന്നും നേരത്തെ ചെയ്ത പോലെ e⁻⁻4 ഇൻറ്റു 4⁴ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് പവർ 5/5 ഫാക്ടോറിയൽ അത് കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. യു ക്യാൻ ഫൈൻഡ് ദിസ്. കമ്പ്യൂട്ട് പ്രോബിലിറ്റി ഓഫ് 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സിന്റെ വാല്യൂ 8നേക്കാൾ കൂടുതലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ് എന്ത് ചെയ്യണം? 8 ഓൺവേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ദിസ് ഇസ് വാട്ട് ഐ എം സെയിങ്. പ്രോബിലിറ്റി ഓഫ് 8 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 9 പ്ലസ് എക്സെട്ര എത്ര വരെ വേണ്ടി വരും? ഇത്ര ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് അല്ലേ? അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റ്ലി മെനി ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 8 വരിക അല്ലേ? എക്സ് 8 ഗ്രേറ്റർ ദാൻ എക്സ് കൊടുത്താൽ മതി. ഇതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. എന്നിട്ട് അതെന്ത് ചെയ്താൽ മതി? 1 എന്ന് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 1 എന്ന് പ്രോബിലിറ്റി ഓഫ് 0 തുടങ്ങിയിട്ട് പ്രോബിലിറ്റി ഓഫ് 7 വരെയുള്ള വാല്യൂസ് മൈനസ് ചെയ്ത് കൊടുക്കാം. പ്രോബിലിറ്റി ഓഫ് 7 വരെയുള്ള വാല്യൂസ് മൈനസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കിട്ടും. ഈ പ്രോബിലിറ്റി ഓഫ് 7 എന്ന് പറയുന്നത് e⁻⁻4 ഇൻറ്റു 4⁻7/7 ഫാക്ടോറിയൽ ആണ്. ഇതേപോലെ 6, 5 എല്ലാത്തിനെയും പ്രോബിലിറ്റി കാണണം. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ഡു ദാറ്റ് particular problem. Now next one is, what is the probability that the number of anomalies exceeds its mean value by not more than the standard deviation? അപ്പോൾ എന്ത് വേണം? എക്സിന്റെ വാല്യൂ എന്തിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല? മീനിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല? നോട്ട് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാൾ കൂടുതലാവാൻ പാടില്ല. എന്തിന്റെ വാല്യൂ? എക്സിന്റെ വാല്യൂ. അനോമലി എന്ന് പറയുന്നത് നമ്പർ ഓഫ് അനോമലീസ് മീൻസ് എക്സ്. എക്സും മീനും തമ്മിലുള്ള ഡിഫറൻസ് എന്താവാൻ പാടില്ല? ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? മീൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ അതുകൊണ്ട് σ² 4 ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പം എക്സും മ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? ലെസ് ദാൻ 2 ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? ലെസ് ദാൻ 2 ആയിരിക്കണം. ശരിയല്ല? എക്സും 4ഉം തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ 2 ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് മീൻസ് x-4 mod x-4 ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ -2 ലെസ് ദാൻ x-4 ലെസ് ദാൻ 2. 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 - 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 + 2. 4 + 2. ഓക്കെ, സോ ദാറ്റ് മീൻസ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6. ഇതിന്റെ പ്രോബിലിറ്റിയാണ് നമ്മൾ കാണേണ്ടത്. പ്രോബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 ആണ് കാണേണ്ടത്. ഓക്കെ, ദാറ്റ് മീൻസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് 3 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 4 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 5. പ്രോബിലിറ്റി ഓഫ് 4 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 5. ഇവിടെയും ഇത് ഓരോന്ന് കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് 3 കാണണം, 4 കാണണം, 5 കാണണം. അത് കാണാൻ നമുക്ക് ആകെ മ്യൂവിന്റെ വാല്യൂ ആവശ്യമുള്ളൂ. മ്യൂ ഈസ് ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്. Therefore, these things can be easily found and added. Okay. The next problem. Suppose that the number of drivers who travel between a particular origin and destination during a given designated time period has Poisson distribution with the parameter mu is equal to 20. Mu തന്നിട്ടുണ്ട്. Poisson distribution ആണ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. So what is the probability that the number of drivers ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് Poisson distribution ആണ് ഫോളോ ചെയ്യുന്നത്. മീൻ 20 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറ്റ്മോസ്റ്റ് 20 ആവാനുള്ള പ്രോബിലിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരാനുള്ള പ്രോബിലിറ്റി. സോ അറ്റ്മോസ്റ്റ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 10 വരെ വരാം.
ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് 0 തുടങ്ങിയിട്ട് പ്രോബിലിറ്റി ഓഫ് 10 വരെ കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് സം ചെയ്യണം. പ്രോബിലിറ്റി ഓഫ് 10. ഇവിടെ പ്രോബിലിറ്റി ഓഫ് 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? e⁻⁻20 μ20 ആണല്ലോ. 20⁻6 ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു വാല്യൂ. അതേപോലെ പി ഓഫ് 0 തുടങ്ങിയിട്ട് പി ഓഫ് 10 വരെ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യണം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സ് എക്സീഡ്സ് 20? പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 20. ഇതാണ് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗ്രേറ്റർ ദാൻ 20 എന്ന് പറയുമ്പോൾ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എടുക്കണം. ഈ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പ്രോബിലിറ്റി എക്സ് ബിറ്റ്വീൻ 10 ആൻഡ് 20 ഇൻക്ലൂസീവ്, രണ്ടും അടക്കം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. അപ്പോൾ 10 തൊട്ടിട്ട് 20 വരെയുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. ബി വിത്തിൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് ദി മീൻ വാല്യൂ. മീൻ വാല്യൂ എന്ന് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഉള്ളിൽ അത് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂവിൻ്റെ 2 ടൈംസ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരിക്കും? റൂട്ട് ഓഫ് 20 ആയിരിക്കും അല്ലേ? റൂട്ട് ഓഫ് 20 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 4 വരും. അപ്പോൾ 2 × 4 8. അപ്പോൾ എക്സും 20 നമ്മൾ ഡിഫറൻസ് എന്താ വരുത്? 8-നേക്കാൾ കൂടാൻ പാടില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് മൈനസ് 20 ഷുഡ് ബി ലെസ് ദാൻ 4 × 2 8. ഇതാണ് വേണ്ടത്. നേരത്തെ എടുത്ത പോലെ -8 ലെസ് ദാൻ എക്സ് മൈനസ് 20 ലെസ് ദാൻ 8 എന്ന് എടുക്കാം. അപ്പോൾ 20 - 8 12 വരും. ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 28. ഈ പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടത്. 12 തുടങ്ങിയിട്ട് 28 വരെയുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. സോ ദാറ്റ്സ് ജസ്റ്റ് ഒരുപാട് പ്രയാസം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതി വെച്ചാൽ മതി. യു ഡോണ്ട് ഹാവ് ടു 1-2 എണ്ണം കണ്ടുപിടിക്കാം. സോ യു ട്രൈ ദിസ് പ്രോബ്ലംസ്. താങ്ക് യു.